അമേരിക്കൻ കോൺഗ്രസിന് ധനസഹായ ബില്ലിൽ സമയബന്ധിതമായി ഒരു ധാരണയിലെത്താൻ കഴിയാതെ വരുമ്പോഴാണ് സർക്കാർ അടച്ചുപൂട്ടൽ പ്രഖ്യാപിക്കുന്നത്. ഇത് സർക്കാരിന്റെ ആവശ്യമല്ലാത്ത സേവനങ്ങളെ തടസ്സപ്പെടുത്തുകയും ലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെ ശമ്പളമില്ലാത്ത അവധിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. അമേരിക്കയിൽ താമസിക്കുകയോ അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ഇന്ത്യക്കാരെ ഈ സാഹചര്യം പലതരത്തിൽ ബാധിക്കും. അടച്ചുപൂട്ടൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് കുടിയേറ്റ പ്രക്രിയകളിലാണ്. H-1B വിസയ്ക്ക് അത്യന്താപേക്ഷിതമായ ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷന്റെ പ്രോസസ്സിംഗ് കൈകാര്യം ചെയ്യുന്ന US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന് ഫണ്ടിംഗ് നിലയ്ക്കുന്നത് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും. DOLന്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നതോടെ പുതിയ H-1B വിസ അപേക്ഷകൾ, മറ്റ് തൊഴിലുടമകളിലേക്ക് മാറാനുള്ള അപേക്ഷകൾ, സ്റ്റാറ്റസ് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ എന്നിവ വൈകും. ഗ്രീൻ കാർഡിനായുള്ള പേം ലേബർ സർട്ടിഫിക്കേഷൻ നടപടികളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പാസ്പോർട്ട്, വിസ സേവനങ്ങൾ ഉടൻ നിലയ്ക്കാൻ സാധ്യതയില്ല. എങ്കിലും അടച്ചുപൂട്ടൽ നീണ്ടുപോവുകയാണെങ്കിൽ US എംബസികളിലും കോൺസുലേറ്റുകളിലും ജീവനക്കാരുടെ കുറവ് കാരണം അപ്പോയിന്റ്മെന്റുകൾ, പരിശോധനകൾ, പ്രോസസ്സിംഗ് സമയം എന്നിവയിൽ കാലതാമസമുണ്ടാകാം. വിസ ഫീസുകൾ വഴി ധനസഹായം ലഭിക്കുന്ന US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് സാധാരണഗതിയിൽ പ്രവർത്തിച്ചേക്കും. എന്നാൽ കോൺഗ്രസ് ഫണ്ട് ചെയ്യുന്ന വെരിഫൈ പോലുള്ള അനുബന്ധ പ്രോഗ്രാമുകൾ തടസ്സപ്പെട്ടേക്കാം. US സർക്കാരിന് വേണ്ടി നേരിട്ടോ കരാർ വഴിയോ ജോലി ചെയ്യുന്ന നിരവധി ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഷട്ട് ഡൗൺ ബുദ്ധിമുട്ടുണ്ടാക്കും. സർക്കാരിന് കീഴിലുള്ള ആവശ്യമല്ലാത്ത തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ അടച്ചുപൂട്ടൽ അവസാനിക്കുന്നതുവരെ ശമ്പളമില്ലാത്ത അവധിയിൽ പ്രവേശിക്കേണ്ടി വരും. അവശ്യ സേവനങ്ങൾ നൽകുന്നവർക്ക് ശമ്പളം വൈകിയേക്കാം. US ഗവൺമെന്റ് ഏജൻസികളെ ക്ലയന്റുകളായി ആശ്രയിക്കുന്ന ഇന്ത്യൻ IT കമ്പനികൾക്കും കരാറുകാർക്കും പേയ്മെന്റുകൾ, പുതിയ കരാറുകൾ, പ്രൊജക്ട് അംഗീകാരങ്ങൾ എന്നിവ വൈകുന്നത് ബിസിനസ് തടസ്സങ്ങൾ ഉണ്ടാക്കാം. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വം ആഗോളതലത്തിലും ഇന്ത്യയിലും പ്രതിഫലിച്ചേക്കാം. ഹ്രസ്വകാലത്തേക്ക് US ഓഹരി വിപണിയിൽ അനിശ്ചിതത്വവും ചാഞ്ചാട്ടവും ഉണ്ടാകാം. എങ്കിലും മുൻകാലങ്ങളിൽ ഷട്ട് ഡൗൺ ഇന്ത്യൻ വിപണിയെ കാര്യമായി ബാധിച്ചിട്ടില്ല. ചിലപ്പോൾ ഡോളറിന്റെ മൂല്യം കുറയുന്നത് ഇന്ത്യ പോലുള്ള വളർന്നുവരുന്ന വിപണികളിലേക്ക് നിക്ഷേപം ആകർഷിക്കാൻ സാധ്യതയുണ്ട്. US കസ്റ്റംസ് റെഗുലേറ്ററി ഏജൻസികളുടെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെയും സാധനങ്ങളുടെ പരിശോധനയെയും ബാധിച്ചേക്കാം. F-1 വിസയിലുള്ള വിദ്യാർത്ഥികളെയും സർവകലാശാലകളെയും ഷട്ട് ഡൗൺ നേരിട്ട് ബാധിക്കില്ല. ക്ലാസുകളും യൂണിവേഴ്സിറ്റി പ്രവർത്തനങ്ങളും സാധാരണ നിലയിൽ തുടരും. സർക്കാർ ധനസഹായം ലഭിക്കുന്ന ചില ഗവേഷണ പ്രോഗ്രാമുകൾക്കും ഫെഡറൽ ഗ്രാന്റുകൾക്കും കാലതാമസം നേരിട്ടേക്കാം. ഇത് യൂണിവേഴ്സിറ്റികളിലെ ഗവേഷകരെയും പ്രൊഫസർമാരെയും ബാധിക്കും. ചുരുക്കത്തിൽ, അമേരിക്കൻ അടച്ചുപൂട്ടലിന്റെ ഏറ്റവും നേരിട്ടുള്ളതും ഗുരുതരവുമായ ആഘാതം പുതിയ H-1B ഗ്രീൻ കാർഡ് അപേക്ഷാ പ്രക്രിയകളിലാണ്. അടച്ചുപൂട്ടൽ എത്രത്തോളം നീണ്ടുനിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ തീവ്രത. അതിനാൽ US കോൺസുലേറ്റുകളുടെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന്റെയും ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിച്ച് യാത്രാ അപേക്ഷാ പദ്ധതികൾ ക്രമീകരിക്കുന്നത് നല്ലതാണ്. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.